വെളുത്ത് തുടങ്ങി. ഇതിങ്ങനെ എന്തിനാ ഈ തിന്നണത്? എനിക്ക് അടുക്കളയിൽ വല്ല ജോലി എന്തെങ്കിലും എടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തൂടെ? തുടങ്ങി. അവനാണ് വീട്ടിൽ നിന്നല്ലേ തിന്നണത്, പുറത്തുനിന്നൊന്നും അല്ലല്ലോ. തിന്നണീന് കുറ്റം പറയും. തിന്നിങ്ങനെ പൊട്ടി തെറിച്ചത് എന്നാണാവോ? ഇത്ത ഈ ജങ്ക് ഫുഡ് ഇങ്ങനെ തിന്നണ വീഡിയോ കാണാതെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് ജിമ്മിന് പോകുന്നുണ്ട്, പല എക്സസൈസും അവള് ചെയ്യുന്നുണ്ട്. ഇത്താക്ക് ഈ ഫുഡൊക്കെ ഒഴിവാക്കിയങ്ങാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചൂടെ? ഇന്നൊക്കെ തടി കുറയാന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കൂടെ? ബ്രോക്കർമാര് വഴിയും അല്ലാതെയും എത്ര കല്യാണങ്ങൾ വന്നു, എല്ലാം തടി ഓവറാണെന്ന് പറഞ്ഞാണ്ടല്ലേ പോയത്. ഒന്ന് ശ്രദ്ധിച്ചൂടെ? ഇനിയെങ്കിലും തടി തുടങ്ങി. ഷിഫാന, എനിക്ക് കല്യാണം വന്നിട്ടില്ലെങ്കിൽ വേണ്ട, ഇന്നെങ്ങനെ കാണുന്നവര് കെട്ടിയാൽ മതി, അല്ലാത്തൊരു ഇന്നെ കെട്ടണമെന്നില്ല. അനക്കെന്താ ഷിഫാന വേജാറ്? ഇന്നെ കെട്ടിച്ചൂടായിട്ട്? ഈ കെട്ടിയാൽ മതി, ഇന്നെ കെട്ടിക്കണം എന്നൊരു നിർബന്ധവും എനിക്കില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ ആർക്ക് കല്യാണം വരുമ്പോ ഇയാണ് സമ്മതിച്ചോണ്ടിരുന്നില്ലത്. ഇന്നാലും ചേട്ടൻ്റെ തടി കുറക്കൊന്നും പറയരുത് കേട്ടോ സജിനെ. ഷിഫാനൊക്കെ എങ്ങനെ പിന്നെ വേജാറില്ലാതെ നിൽക്കുക? അന്നാണ്ട് ഇറക്കിയിട്ട് വേണം അതിന്റെ പിന്നാലെ ഓളെ കെട്ടിച്ചു വിടാനേ. ഓക്ക് വേജാറില്ലാതെ ഇരിക്കുവോ? നാട്ടുകാര് ഫുള്ളും ചോദിക്കണ്ട് എന്താ രണ്ട് പെൺകുട്ടികൾ എങ്ങനെ ഇരുത്തുന്നത്. ഇത് ഓള് പേരും തടിയാണെന്ന് മനുഷ്യന്മാരോടും അറിയാൻ പറ്റുമോ? വെറും തിന്നുക ഫോണ് കളിക്കുക, തിന്നുക ഫോണ് കളിക്കുക, കടന്നുറങ്ങുക, ഇതല്ലാത്ത വേറൊരു പണി എനക്കില്ല. മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി. ഇത് ഫുള്ള് കേരള ബിരിയാണി പോലെ തന്നെയാണല്ലോ. പിന്നെ ഇതിന് തമിഴ്നാട് ബിരിയാണി എന്നൊക്കെ പേരിട്ടിക്കണം. ഏതെങ്കിലും ഒരു ബിരിയാണി കിട്ടിയാൽ മതിയായിരുന്നു. ഇമ്പട്ടി തമിഴ്നാട് ബിരിയാണി ഉണ്ടാക്കുക. എൻ്റെ ഒരു തമിഴ്നാട് ബിരിയാണി ടെറസിന്റെ മേലെ കേൾക്കണം, ഒരുപാട് ചമ്മര് വീണിക്കണ്. അതൊക്കെ ഒന്ന് പോയി അടിച്ചൊരിങ്ങാണ്ട് അവിടെയൊക്കെ ഒന്ന് നന്നാക്കി കൂടെ? ഇതിങ്ങനെ പൂതം പിടിച്ചങ്ങാണ്ട് ഇവിടെ വന്ന് കുത്തിർക്കണം. ഇമ്മങ്ങളെന്തിനാ ഇന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത്? ഈ പറയുന്ന നേരം ഇങ്ങക്ക് പോയി ചെയ്തൂടെ അതൊക്കെ? അത് ശരിയാണ്, എന്നോട് ഇങ്ങനെ രാമായണം ഓതിയിട്ട് കാര്യമില്ലല്ലോ. അവനാൻ തന്നെ ചെയ്യണ്ടേ? എന്താ വെച്ചാ കാട്ടിക്കച്ച്. വെറും ഇന്നെ പണി എടുപ്പിക്കാനും തിന്നാതിരിക്കാനും എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കി നടക്കണ പണിയാ നേരെ വെളുത്താല്. ചെയർ പൊട്ടിയോ? അത് പൊട്ടിച്ചു. എങ്ങനെ 100 കിലോനായിക്കാണ് കയറ്റി വെച്ചാൽ പിന്നെ അത് പൊട്ടൂലേ? ഇതിപ്പോ അതിന്റെ കൈ പൊട്ടിയത് നന്നായി, കാലാണെങ്കിൽ ഇപ്പൊ ഞാൻ വീണീനി. നമുക്കൊന്നൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലോ? ഞാനൊക്കെ എന്തൊരു സ്പെഷ്യലാ. അവിടെ വന്നിരുന്നങ്ങാണ്ട് ഒരു ഓറഞ്ച് തിന്ന്, ആ ബദാം ജ്യൂസ് അടിച്ച് വെച്ചത് അത് ഫുള്ള് കുടിച്ച് പോരാത്തതിനിപ്പോ ആപ്പിളും നിന്ന് കയറ്റി. ഇനി എനിക്ക് എന്തൊരു സ്പെഷ്യലാ? അതൊക്കെ ഇപ്പൊ തിന്നാ വയറ് അറിയോ? എന്തേലും കട്ടില് തിന്നണ്ടേ? എനിക്ക് ആ പാത്രമെങ്കിലും ഒന്ന് കയറ്റി വെച്ചൂടെ? തിന്ന് നടക്കുക. എനിക്ക് പാത്രം കഴുകാനൊന്നും വയ്യ. അതിന്റെ പിസ വന്നിക്കണോന്നുണ്ട് ഓർഡർ ചെയ്തേ. ഇങ്ങനെ തിന്ന് കയറ്റിക്കോ, അതിന് തിരക്കടില്ല. ഞാൻ തിന്നണീ നിങ്ങൾക്ക് എത്താ, നിങ്ങൾ തിന്നണ്ട വെച്ചാ പോലെ. ഇവിടുക്കപ്പറ്റി ഈ തുണികളൊക്കെ വാരിക്കെട്ടി പോണേ. ഇമ്മ, ഇതൊന്നും എനിക്കിപ്പോ പാകേയില്ല, ഒക്കെ ഫുള്ള് ടൈറ്റാണ്. ഇതൊന്നും അയച്ചാൻ പോലുമില്ല. എങ്ങനെയൊക്കെ കൊള്ളുക? അവക്ക് ഉണ്ടെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഒരടക്കോലല്ല തൊള്ളക്ക്. 10-25 വയസ്സായപ്പോ തന്നെ 100 കിലോനാ. പിന്നെ എങ്ങനെയാ? വയ്യ. ഇതിപ്പോ കുറച്ച് ചോറുള്ള പോലെ പിരിക്കന്നെ ധൈര്യമില്ലല്ലോ ഇപ്പൊ ഇത്.
ഇത്ത ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാണ്. ഇതില് നല്ല വീട്ടിലുണ്ടാക്കുന്ന തരം മരുന്നുകളൊക്കെയാണ്. തടി കുറയാനില്ല, നല്ല അടിപൊളിയായിട്ട് തടിയൊക്കെ കുറയണം. അതൊന്ന് കണ്ടു നോക്കി. നല്ല റിസൾട്ടാണ്. കുറേ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നതായിട്ട്. അയ്യേ, സാമ്പാറാ? ചിക്കന് മീനൊന്നും വറുത്ത് കഴിച്ച ഇതൊന്നും നിർത്ത് നിർത്ത് നിർത്ത്. എനിക്കിത് കേൾക്കാൻ താല്പര്യമല്ല. എന്നാലിപ്പം മന്തേ ഒന്ന് പൊരിക്കാഞ്ഞത്. ആ, എന്നാ വേറൊരു കാര്യം എത്തറിഞ്ഞോ? നമ്മളെ സുശീലേച്ചില്ലേ, നമ്മളാദ്യം നിന്ന വീടിൻ്റെ അവിടെ, ചേച്ചിൻ്റെ മോളില്ലേ അമ്മ എന്തോ ഫുഡ് പോയ്സൺ ആയിങ്ങാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. ആർക്ക്? ചേച്ചിൻ്റെ ചെറിയ മോക്കോ? അമ്മൂനോ? ആ അമ്മൂന്നെ എന്തോ ജങ്ക് ഫുഡ് എന്തോ കഴിച്ചതാണ് പുറത്തു പോയിങ്ങാണ്ട്. അത് എത്ര കോയിന്റെ കൂടെ കളിച്ച് നടന്നതാണെന്നറിയോ? അയ്യോ, അതുകൊണ്ട് ഇനി ഇതുപോലെ ആവരുത്. നല്ല ഫുഡുകൾ എത്ര ഉണ്ട്, അത് കഴിച്ചുകൂടെ? എനിക്ക് പറയാല്ലേ, ഞാൻ പറഞ്ഞു ഇനി എത്താൻ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്നാലേ കുറച്ച് ചോറ് തിന്നാലേ വേണ്ട. ഇന്നിപ്പോൾ ചോറ് തന്നെ തിന്നണ്ട. എന്നാലും പാവുണ്ട് അമ്മു. എങ്ങനെ എൻ്റെ കൂടെ കളിച്ച് നടന്നതാ. വെറുതെ അല്ല അമ്മ ഷിപ്പാനൊക്കെ എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ പറയണത്. എൻ്റെ തടി ഞാൻ നോക്കിയാൽ എനിക്ക് തന്നെ നല്ലത്. നാളെ മുതൽ എന്തായാലും വേണ്ടില്ല, നേരത്തെ എണീക്കണം, വർക്കൗട്ട് തുടങ്ങണം, അതുപോലെ നല്ല പണിയിലൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ ഞാൻ. ഉമ്മാൻ്റെ വർത്താനം പിന്നെ കുറച്ച് കൂടുതലാണ്. പാവം. ഷിഫാന പറഞ്ഞ പോലെ പയ്യെ തിന്നാ പനിയും തിന്നാ. സംഭവം ഇപ്പോൾ തടി ഉണ്ടെങ്കിലും നമ്മളൊരു കല്യാണക്കാർ വരുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ. ഇപ്പം ഇന്നലെ വന്ന കല്യാണക്കാരാണെങ്കിൽ ആ ചെക്കനാണെങ്കിൽ തീരെ ഇതില്ലല്ലോ, പഠിച്ചിട്ടുമില്ല, പിന്നെ എന്തോ കൂലിപ്പണിയാണ്. നമ്മളെ ചെറിയൊരു ഓളൊന്നുമില്ലെങ്കിൽ ഓളെ നോക്കാനും കഴിച്ചണം. അങ്ങനത്തെ ചെക്കനാവും വേണ്ടേ. അതാണേ. മറ്റൊക്കെ നല്ലതൊക്കെ വരുന്നുണ്ടേ, ഇവളങ്ങോട്ട് ഇറക്കിയിട്ട് വേണ്ടേ. പോലെ കണ്ടോങ്ങിച്ചു 10 മണി വലിച്ച് നീച്ചൂല. ഇങ്ങനെ ഉണ്ടാവും ഒരു പേരിലെ പെൺകുട്ടികള്. ഓ, 7 മണി ആയിട്ടുള്ളൂ. എന്തായാലും വേണ്ടില്ല, എക്സസൈസൊക്കെ ഒന്ന് ചെയ്യണം, തടിയൊക്കെ ഒന്ന് ശരിയാക്കണം. പൊതുണ്ടാക്കാനൊന്നും പറ്റൂല, വെള്ളത്തിന്റെ ഒരു തണുപ്പെന്താ. എന്തപ്പോ സജനാന്റെ റൂമിലൊരു ലൈറ്റ്? അല്ല ബാത്റൂമൊക്കെ നീച്ചേക്കാരം. അല്ല അപ്പൊ എന്തിനാ പൂള് നീച്ചണത്? 10 മണിയാകാതെ പൂക്ക് നീച്ചലറിയില്ലല്ലോ. സോയാബീൻ കുറേ ഉണ്ടാവുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അല്ല സജന, ആനക്കിന്ന് വെറും വെള്ളം കൂടിയുള്ളൂ, ചായയും കടിയൊന്നും കുടിച്ചണ്ടേ? ആ ദോശയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? എനിക്ക് വേണ്ടമ്മ, നിങ്ങളെന്നെ കുടിച്ചോളി. ഞാൻ ഓട്സ് ഉണ്ടാക്കി തിന്നിക്കണ്. ഓട്സ് ഒക്കെ ഉണ്ടാക്കി തിന്ന എപ്പോഴേ? ഇപ്പൊ അത് ഞാൻ കണ്ടില്ലല്ലോ. അതേപോലെ ഫ്രിഡ്ജിൽ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അല്ലേ, ബീൻസോ കേബേജ് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ഉപ്പേരി വെച്ചാൽ മതിയേ. എനിക്ക് ഇറച്ചി മീനൊന്നും വേണ്ട, കുറച്ചുണ്ടാക്കിയാൽ മതിട്ടമ്മ. ഞാൻ എന്താ വെച്ചാൽ രാത്രി ഞാൻ ഓട്സ് തന്നെ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും കഴിച്ചോട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്ക് പറ്റണ എന്താ വെച്ചാൽ ഉണ്ടാക്കി തരാം. എന്താ ഇപ്പൊ ഇത് സ്വപ്നാണോ?
പോപ്കോണൊക്കെ കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഒരുപാടൊന്നും കഴിക്കരുതേ, നമ്മളെ വയറിന് കേടാ. ജങ്ക് ഫുഡ് വാങ്ങി കഴിക്കുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിനെ ഹേർട്ടാക്കാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.